ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിനും ഇതിലെ മെമ്പേഴ്സിനും കൂടാതെ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സൊല്യൂഷനാണ്. ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന 12 പടികളിലെ ആദ്യത്തെ പടിയിലെ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം എങ്ങനെയാണ് ആൽക്കഹോളിസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്നതെന്നൊക്കെ ഏറെക്കുറെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ 1-ാം പടിയിലെ ആദ്യത്തെ ഭാഗം പവർലെസ്നെസ്, ശക്തിഹീനതയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ സംസാരിച്ചത്. അതിൻ്റെ അടുത്ത ഒരു ഭാഗത്തു കൂടി ഇന്ന് കടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുന്ന ഏതൊരംഗവും സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു പടിയാണ് 1-ാം പടി. ഈ സ്റ്റെപ്പ് 1 ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും 100% ചെയ്യാൻ പറ്റിയ ഒരു പടിയാണ് സ്റ്റെപ്പ് 1. മറ്റ് പടികളെല്ലാത്തിനും നമുക്കൊരു 100% ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ സ്റ്റെപ്പ് 1 നമുക്ക് 100% ചെയ്യാൻ കഴിയും. അതുകൂടാതെ മദ്യം എന്ന വാക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് 1-ാമത്തെ പടിയിൽ മാത്രമാണ്. നമുക്കത് ശ്രദ്ധിക്കാം. വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ ഡാഷ് ദാറ്റ് അവർ ലൈഫ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. ബാക്കി 2 മുതൽ 12 വരെയുള്ള പടികൾ ഒരു ജീവിത രീതിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ പടിയിൽ മാത്രമാണ് മദ്യത്തെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി നമ്മളോട് പറയുന്നതും ബാക്കി എല്ലാ പടികളിലും ഒരു ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളും ആദ്യം 1-ാം പടിയിലേക്ക് അല്ലെങ്കിൽ 1-ാം പടി ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ഹാർഡ് ടൈം ഉണ്ടായിട്ടുണ്ട്. കഠിനമായിട്ടുള്ള ഒരു പരിശ്രമവും ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ആദ്യകാലങ്ങളിൽ സുബോധവാനായ കാലങ്ങളിൽ സ്റ്റെപ്പ് 1 കടക്കുവാനായിട്ട് സാധിച്ചത്. ഈ പവർലെസ്നെസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ശക്തിഹീനതയെക്കുറിച്ചും ലൈഫ് ഹാസ് ബിക്കം അൺമാനേജബിൾ, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് തലയ്ക്ക് ചോദിക്കുകയും ഇതെന്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാകാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് എനിക്ക് പവർലെസ് ഉള്ള ഒരവസ്ഥ വരുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോകുന്നത് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുകയും നമ്മുടെ പഴമക്കാരോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. ആൽക്കഹോളിക്സ് അനോണിമസിലെ ആദ്യകാലങ്ങളിൽ വരുന്ന എല്ലാ അംഗങ്ങൾക്കും ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനുള്ള ചിന്തകൾ എല്ലാവരും തന്നെ കടന്നു പോയിട്ടുണ്ട്. ചിലർക്ക് ഇച്ചിരി കഠിനമായ രീതിയിൽ മനസ്സിലാക്കാൻ കുറച്ച് കാലങ്ങൾ കൂടി എടുക്കും. അവർ വീണ്ടും വീണ്ടും പോയി കുടിക്കുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും അവരിതെല്ലാം അനുഭവിച്ച് സ്വന്തം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് സ്റ്റെപ്പ് 1 അംഗീകരിക്കുക. അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി രോഗത്തിന് അല്ലെങ്കിൽ ഇത്തരം ആൽക്കഹോളിസത്തെ പോലുള്ള ഒരു അതികഠിനമായ രോഗത്തിനടിമയായ ഒരു ഡോക്ടറാകട്ടെ, നേഴ്സാകട്ടെ, ഒരു എഞ്ചിനീയറാകട്ടെ, പ്രൊഫസറാകട്ടെ, ഒരു സ്കൂൾ ടീച്ചറാകട്ടെ, ഇലക്ട്രീഷ്യനാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, എന്ത് തലങ്ങളിൽ ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ പോലും 1-ാം പടി അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് ആൽക്കഹോളിക്സ് അനോണിമസിലൊരു തുടർന്നുള്ള വളർച്ചയിലേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള പടികളിലേക്ക് കടക്കാനായിട്ട് അയാൾക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ സാധാരണ കാഴ്ചപ്പാടിൽ ലോകത്തിലാരും പവർലെസ് ആയിട്ട് പറയാനായിട്ടോ അല്ലെങ്കിൽ അറിയപ്പെടാനായിട്ടോ ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. പറയുന്നത് ആൽക്കഹോളിൻ്റെ ഒരു എഫക്ട്സ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു
നിരന്തരമായ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പവർലെസ്സിനെ കുറിച്ചാണ് പറയുക, അല്ലെങ്കിൽ ശക്തിഹീനതയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഫ്രേസിൽ തന്നെ, അല്ലെങ്കിൽ ഒന്നാം പടിയിലെ ഫ്രേസ് ഇങ്ങനെയാണ്: വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ എന്നാണ്. ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ. അതിനർത്ഥം ഇതൊരിക്കലും, അല്ലെങ്കിൽ ഒന്നാം പടി ഒരിക്കലും മറ്റു കാര്യങ്ങളിൽ പവർലെസ് ആണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലെ ചോയ്സസിനെ കുറിച്ചോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ റിലേഷൻഷിപ്പ്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലോ ഒന്നും പവർലെസ് ആണെന്നല്ല പറയുന്നത്. പവർലെസ് ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന്. അത് കൃത്യമായിട്ട് ആ പ്രൈസിനെ നമ്മൾ നമ്മുടെ തലയിലേക്ക് കയറ്റേണ്ടതാണ്. കാരണം ഒരാൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ മദ്യത്തിന് മുന്നിലാണ് ശക്തിഹീനനാകുന്നത്. ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് അവർ ചെയിൻ, അതായത് തുടർച്ചയായിട്ട് കുടിച്ച് കൊണ്ടിരുന്ന ഷിബുവിനെ പോലെയുള്ള ഒരാൾ, അല്ലെങ്കിൽ അഡിക്റ്റിന് ആ ബ്രേക്ക് ദ ചെയിന് എടുക്കണമെങ്കിൽ, ആ ചെയിൻ ആയിട്ട് ജീവിതത്തിലുണ്ടായ കുടിയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ അഡ്മിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന്. കാരണം മദ്യം എൻ്റെ ബ്രെയിനെ ബാധിക്കുമെന്ന് കണ്ടു, ശരീരത്തെ ബാധിക്കുമെന്ന് കണ്ടു, ആത്മാവിനെ ബാധിക്കുമെന്ന് കണ്ടു. ഒരു കാര്യമില്ല ഞാൻ അതിനെ ആ കാര്യങ്ങളെ അംഗീകരിക്കാതെ എതിർക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം പിന്നീട് ഞാൻ പവറുണ്ട് എന്ന് വിചാരിച്ച്, നമ്മൾ ആദ്യം കണ്ടു മദ്യത്തിന്റെ ഡെഫിനേഷൻ: അതിശക്തനും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും സൂത്രശാലിയുമായ മദ്യം എന്നാണ് ബിഗ് ബുക്കിൽ മദ്യത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ പറയുന്നത്. അപ്പോൾ ആ അത്രയും ശക്തനായ ഒരു മദ്യത്തിന് വേണ്ടി ശക്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കുടിച്ചാൽ നമുക്ക് ആ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അഡിക്ഷനുള്ള, അല്ലെങ്കിൽ മദ്യമായിട്ട് അഡിക്ഷനുള്ള എനിക്ക് എൻ്റെ ജീവിതം കഠിനമായി തീർന്നത് മദ്യം കൊണ്ടാണ് എന്നുള്ള കൃത്യമായൊരു ബോധ്യമുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒന്നാം പടിയിലെ ചിന്തകളിലേക്ക് കടന്നു പോകാൻ സാധിക്കുക. അതായത് എനിക്കൊരു മദ്യം എന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ള മദ്യാസക്തി എന്ന പ്രശ്നമുണ്ട്, അതെൻ്റെ ചില കുഴപ്പങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ആ ആൽക്കഹോളിക് അനോണിമസിന്റെ ആദ്യ പടി എടുക്കുന്നതിലൂടെ റിക്കവറിയിലേക്കുള്ള തുടക്കമിടുകയാണ്, അല്ലെങ്കിൽ മോചനത്തിലേക്കുള്ള തുടക്കമിടുകയാണ്. അധ്യായം 2 there is a solution, അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ടെൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്: ആൽക്കഹോളിക് അനോണിമസിലെ ആൾക്കാരായ ഞങ്ങൾക്ക് ഒരിക്കൽ ബില്ലിനെ പോലെ തന്നെ ആശയ്ക്ക് വകയില്ലാതിരുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ അറിയാം. അവരെല്ലാം തന്നെ സുഖം പ്രാപിച്ചു. അതെ, മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിന് അവർ പരിഹാരം കണ്ടെത്തി. അപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാര് പരിഹാരം കണ്ടെത്തി. ഏത് പ്രശ്നത്തിൽ നിന്നാണ് പരിഹാരം കണ്ടെത്തിയത്? ഈ പവർലെസ് ഓവർ ആൽക്കഹോൾ ആയിട്ടുള്ള പ്രശ്നത്തിന്. നമുക്കറിയാം, നമ്മൾ മാനസികമായിട്ട് മെന്റൽ ഒബ്സഷൻ ഉണ്ടാവുന്നുണ്ട് ഈ ആദ്യത്തെ കുടിക്ക് മുമ്പ്. അതെല്ലാവർക്കും നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ കുടി, ദ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന അതിനു മുമ്പ് നമുക്ക് മാനസികമായിട്ട് പവർലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെന്റൽ ഒബ്സഷനാണ്. അതാണ് പവർലെസ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. അപ്പൊ പവർലെസ് ഓവർ ആൽക്കഹോൾ ഒരു മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂസ് നോട്ട് ടു ഡ്രിങ്ക് ബട്ട് വി ഡിഡ് എനിവേ. നമ്മൾ കുടിക്കരുതെന്ന് ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും, ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഞാൻ നടത്തിയിരുന്ന ഹോസ്റ്റലിൻ്റെ ഒരു മുറി, അവിടെ വൈകുന്നേരം പോയി താമസിക്കും. എനിക്ക് വീടുണ്ട് അപ്പുറം, പക്ഷെ എന്നാലും ഈ മുറിയിൽ വന്ന് താമസിക്കും. എൻ്റെ വിചാരം അങ്ങനെ ഒരു മാറി നിന്നാൽ എനിക്ക് കൂടി നിർത്താൻ സാധിക്കുമെന്നൊക്കെയാണ്. പിന്നെ നമ്മൾ പല കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് വയറ് നിറച്ച് വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ കുടിക്കാൻ തോന്നുകയില്ല എന്ന് പറയും. അങ്ങനെ ആയിരക്കണക്കിന് ഐഡിയകൾ, ആശയങ്ങൾ മനസ്സിൽ വരിഞ്ഞെങ്കിലും നമ്മളങ്ങനെ കുടിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോഴും പലപ്പോഴും എനിക്കൊക്കെ വീണ്ടും കുടിക്കേണ്ടതായിട്ട് വന്നു. ചില സമയങ്ങളിലെല്ലാം കൂട്ടുകാരെ മാറി നോക്കി. എൻ്റെ കൂടെ സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ കാരണമാണ് ഞാൻ കൂടുതൽ കുടിക്കുന്നതെന്നുള്ള ഐഡിയയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ
ജിയോഗ്രാഫിക്കൽ എസ്കേപ്പ് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കുടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാലാണ് ഞാൻ ഈ പവർലെസ്നെസ്സിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുണ്ടാവുക. ഇവിടെ ആണ് ഒരു മനുഷ്യ ശക്തി കൊണ്ട് നമുക്ക് സാധ്യമാകില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു മനുഷ്യ ശക്തി കൊണ്ട് മദ്യാസക്തി എന്ന് പറയുന്ന അമിത മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യശക്തിക്കും കഴിയുകയില്ല എന്ന് വിശ്വസിക്കാൻ കാരണം പേജ് നമ്പർ 59 പറയുന്നുണ്ട്, അമിത മദ്യപാനിയെ പറ്റിയുള്ള ഞങ്ങളുടെ വിവരണം. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ അമിത മദ്യപാനിയെ പറ്റിയുള്ള ഒരു വിവരണം 58 പേജുകളിലായിട്ട് അവർ നടത്തിയതിന് ശേഷവും നിരീശ്വരന്മാർക്കുള്ള അധ്യായം മദ്യം കഴിക്കുന്നത് നിർത്തുന്നതിന് മുമ്പും അതിനുശേഷമുള്ള വ്യക്തിപരമായ സാഹസികത എന്നിവ സന്ദർഭാനുസരണം 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, മദ്യം കഴിക്കുന്നത് നിർത്തുന്നതിന് മുമ്പ് അതിനുശേഷമുള്ള വ്യക്തിപരമായ സാഹസികതകൾ എന്ന് പറയുന്ന ഭാഗം എവിടെയാണ്? നമ്മുടെ ബിഗ് ബുക്കിൻ്റെ അവസാനത്തിലുള്ള പേഴ്സണൽ സ്റ്റോറീസ്, ഓരോ വ്യക്തികളുടെ കഥകൾ പറയുന്നുണ്ട്. അവിടെ കുറേ കഥകളുണ്ട്, 42 കഥകളുണ്ട്. ആദ്യത്തെ എഡിഷനിൽ 28, 29 പേഴ്സണൽ സ്റ്റോറീസ് അല്ലെങ്കിൽ വ്യക്തികഥകളാണുള്ളത്. അതിനുശേഷം അത് പിന്നീട് കൂടി എനിക്ക് തോന്നുന്നത് 42ഓളം ഉണ്ടെന്നാണ്. അപ്പോൾ ബിഗ് ബുക്കിൻ്റെ ബാക്കിലായിട്ട് ഡോക്ടർ ബോബിൻ്റെ ദുസ്വപ്നം അല്ലെങ്കിൽ ഡോക്ടർ ബോബ്സ് നൈറ്റ് മെയർ എന്നൊക്കെ പറയുന്ന കഥ മുതൽ 42ഓളം കഥകളിലൂടെയാണ് ഒരു AA മെമ്പറിന് വ്യക്തമാകുന്നത്. ഒന്ന്, ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, പവർലെസ് ആണെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. B, ഞങ്ങളുടെ രോഗം, അതായത് അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. C, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇതിന് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് Bയിൽ മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. പ്രോബബിളി എന്ന വാക്കാണ് ഇംഗ്ലീഷ് ബുക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് പ്രോബബിളി എന്നാണ്, മിക്കവാറും അല്ലെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളെ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മളെ ഒരു AA മെമ്പറായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചികിത്സാ കേന്ദ്രത്തിലെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിലേക്ക് പോകാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എത്തിയതായിരിക്കാം. ചിലപ്പോൾ ഒരു ഡോക്ടറായിരിക്കാം നമ്മളെ മീറ്റിങ്ങിലേക്ക് എത്തിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമോ. അവർ നമ്മളെ ഒരു ഗൈഡായിട്ട് മാത്രം കണക്കൂട്ടും, നമ്മളെ മീറ്റിങ്ങിലേക്ക് നയിക്കുന്ന ഒരാൾ. ഇപ്പോൾ മീറ്റിങ്ങിൽ കടന്നു വന്നതിന് ശേഷവും പലരും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാതെ ചില ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയും കുറേ കാലമൊക്കെ അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ബുക്കിൽ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ പറയുന്നത് ഒരു മനുഷ്യശക്തിക്കും മദ്യാസക്തിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിനെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മറ്റൊരു അംഗം നമ്മളെ കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ആത്യന്തികമായി മോചനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ മാനസികമായ മാറ്റത്തിന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മോറൽ സൈക്കോളജി, ധാർമ്മികമായിട്ടുള്ള ഒരു മനസ്സുമാറ്റൽ നമുക്ക് വേണ്ടിയുണ്ട്. ഈ 12 പടികൾ എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയാൽ എനിക്ക് ആദ്യത്തെ കുടിയിൽ നിന്നുള്ള മോചനം ലഭിക്കും. കാരണം അതിനു മുമ്പെല്ലാം ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് AAയിൽ വന്നപ്പോഴല്ല മനസ്സിലായി. അതിനു മുമ്പും എനിക്കറിയാം, രാത്രി ഉണ്ടാകുന്ന വലിയ വലിയ ബഹളങ്ങൾക്കിടയിൽ, ഒച്ചപ്പാടുകൾക്കിടയിൽ, പോലീസ് കേസുകൾക്കിടയിൽ, കൂട്ടുകാരോടൊത്തുള്ള ബഹളങ്ങൾക്കിടയിലെല്ലാം പിറ്റേ ദിവസം ആകുമ്പോൾ അങ്ങനെ കുടിക്കണ്ടായിരുന്നു ഇങ്ങനെ കുടിക്കണ്ടായിരുന്നു ഒക്കെ ചിന്തിക്കുമ്പോഴെല്ലാം ഈ പവർലെസ്നെസ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്.
പക്ഷെ അതിനൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തലേദിവസം ഉണ്ടാകുന്ന അതിഭീകരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് രാവിലെ എണീക്കുമ്പോൾ മദ്യപിച്ചത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്നല്ല ഞാൻ കണ്ടുപിടിച്ചിരുന്നത്. മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത്. ഒന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നോട് കയർത്ത് സംസാരിച്ചു, അമ്മ എന്നോട് കയർത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 100,000 കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഇന്ന് എത്തുമ്പോൾ ഒട്ടുമിക്ക കാരണങ്ങളുടെയും കാരണക്കാരൻ ഞാൻ തന്നെയായിരുന്നു. കാരണം ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് കണ്ടെത്തിയത് മദ്യപാനത്തെയാണ്. അങ്ങനെ പ്രശ്നം ഒട്ട് തീരുന്നുമില്ല. കൂടുതൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കഴിയും, ഒരു ചോയ്സ് ഉണ്ട്, എനിക്ക് വീണ്ടും കുടിക്കാൻ കഴിയും എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എത്തിയപ്പോൾ ഞാൻ മദ്യത്തിന് മുന്നിൽ പവർലെസ്നെസ് എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അടുത്ത ചാപ്റ്ററായിട്ടുള്ള ചാപ്റ്റർ 3 മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തി പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളിൽ പേജ് നമ്പർ 30 മുതൽ 43 വരെ ഈ മദ്യാസക്തിയുടെ പവർലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാന ഭാഗം, ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ചേട്ടൻ്റെ കടയിലേക്ക് നാഷണൽ പെർമിറ്റ് ലോറി പാഞ്ഞെടുത്ത് ഇടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു. ഇന്നും അദ്ദേഹം ആ മുറിഞ്ഞ അല്ലെങ്കിൽ പകുതിയുള്ള കാലുമായിട്ടാണ് ജീവിക്കുന്നത്. കാരണം അവ വീണ്ടും വളരാൻ സാധ്യതയില്ല, വളരില്ല. നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. മുറിഞ്ഞ കാലുള്ള ആൾക്ക് ഈ പൊയ്ക്കാലുകൾ നിർമ്മിക്കുന്ന ആളുകളെ ബന്ധപ്പെട്ട് ഡോക്ടർമാർ അവരുടെ സൈസിനും അവരുടെ ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള പൊയ്ക്കാലുകൾ വെച്ച് കൊടുക്കുകയാണ് തന്നെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അമിത മദ്യപാന രോഗികളായ നമ്മൾക്ക് ഈ മറ്റ് സാധാരണ കുടിയന്മാരായ അല്ലെങ്കിൽ സോഷ്യൽ ഡ്രിങ്കേഴ്സായ ആളുകളെ പോലെ ആക്കുവാനായിട്ടുള്ള ഒരു ചികിത്സാ രീതിയും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഭാവിയിൽ ഒരുപക്ഷെ കണ്ടുപിടിച്ചേക്കാം, പക്ഷേ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുമാത്രമല്ല, ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകൾ, ലോകം മുഴുവനുള്ള ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകൾ പല പ്രതിവിധികളും ചികിത്സാ രീതികളും പരീക്ഷിച്ചു നോക്കി. പക്ഷേ അവർക്ക് അറിയാവുന്നതും കൂട്ടുകാർ പറഞ്ഞു കൊടുത്തതും നാട്ടുകാർ പറഞ്ഞു കൊടുത്തതും വീട്ടുകാർ പറഞ്ഞു കൊടുത്തതുമായ സകലമാന സങ്കല്പിക്കാവുന്ന എല്ലാ പ്രതിവിധികളും ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരു കുറഞ്ഞ കാലയളവിലൊക്കെ കുടി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ രോഗശമനം വന്നിട്ടുണ്ട്. എങ്കിലും വീണ്ടും അത് വല്ലാത്ത ഒരു ഞാൻ എൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ 1 മാസം 2 മാസമൊക്കെ കുടി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് കുടിക്കുന്നത് അതിഭീകരമായ കുടിയാണ്. ഈ 2 മാസത്തെയും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള കുടിയാണ്. അങ്ങനെ മോശമായ അവസ്ഥയിലാണ് പലപ്പോഴും എൻ്റെ ആദ്യത്തെ കുടികൾ അല്ലെങ്കിൽ വീണ്ടും കുടികൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഷിബു എന്ന് പറയുന്ന ആൽക്കഹോളിക്കായിട്ട് തീർന്ന ഒരാൾക്ക് സാധാരണ കുടിയിലേക്ക് അല്ലെങ്കിൽ നോർമൽ ഡ്രിങ്കറിലേക്ക് പോകാനുള്ള യാതൊരുവിധ മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല, യാതൊരുവിധ ചാൻസുമില്ല. നമ്മൾ വെറുതെ ഡോറിൽ മുട്ടി ഈ അടഞ്ഞു കിടന്ന വാതിലുകൾ മുട്ടുന്നത് പോലെ ഓരോ ദിവസവും ശ്രമിച്ച് പരാജയപ്പെട്ടാണ് ഷിബു എന്ന് പറയുന്ന ഞാൻ 2009 ഓഗസ്റ്റ് 15 ആൽക്കഹോളിസം അനോണിമസിൻ്റെ ഉള്ളിലേക്ക് ചേർന്നത്.